ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈഡ്രോളിക് വാൾവ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇത് നമ്മൾ അടുത്ത ഒരു മെയിൻ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഹൈഡ്രോളിക് വാൾവ്സ് എന്ന് പറയുന്ന ടോപ്പിക്കായിരിക്കും. അടുത്തൊരു 5-6 വീഡിയോസിൽ ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയായിരിക്കും പഠിക്കുന്നത്. ഈ ഹൈഡ്രോളിക് വാൾവ്സ് എന്ന് പറഞ്ഞാൽ 3 ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്രഷർ കൺട്രോൾ വാൾവ്, ഫ്ലോ കൺട്രോൾ വാൾവ്, ഡയറക്ഷൻ കൺട്രോൾ വാൾവ്. ഇത് 3ഉം സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് 3നും ഒരു 2-3 ടൈപ്പ് വീതമുണ്ട്. അപ്പോൾ നമ്മളെല്ലാം അങ്ങനെ പഠിക്കും. എല്ലാം കൂടെ ചേർത്ത് ഒരു 10 അടുപ്പിച്ച് വരും. അപ്പോൾ എല്ലാ ടൈപ്പും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓരോന്നും 5 മാർക്സ് അല്ലെങ്കിൽ 10 മാർക്സിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ സംഭവം എന്തെന്ന് വെച്ചാൽ ഹൈഡ്രോളിക് വാൾവ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വേറ്റർ സിസ്റ്റം, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹൈഡ്രോളിക് ആക്ച്വേറ്റർ സിസ്റ്റം ആ ലേഔട്ട് ഫുള്ള് പഠിച്ചല്ലോ. അപ്പോൾ അതിലുള്ള കുറച്ച് അക്സസറീസ് അല്ലെങ്കിൽ ഡിവൈസ്, ആക്ച്വേറ്റർ വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ആക്സസറീസ് അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ഡിവൈസസ്, ലേഔട്ടിൽ യൂസ് ചെയ്യുന്ന ഡിവൈസസ്. അപ്പോൾ അതാണ് ഈ ഹൈഡ്രോളിക് വാൾവ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ 3 ടൈപ്പ് ഓഫ് വാൾവ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ പ്രഷർ കൺട്രോൾ വാൾവ്. ഈ പ്രഷർ കൺട്രോൾ വാൾവ് നമ്മളവിടെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഒരു പ്രഷർ റെഗുലേറ്റർ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഡിവൈസ്, അതിനെപ്പറ്റി നമ്മൾ ലേഔട്ടിൽ പഠിച്ചിരുന്നു. ആ ലേഔട്ട് ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിക്കാം. ആ ലേഔട്ടിൽ പ്രഷർ റെഗുലേറ്റർ എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് കാണിച്ചായിരുന്നു. അതായത് ഒരു പ്രഷർ ഒരു പർട്ടിക്കുലർ ലിമിറ്റിന് മുകളിൽ പോയാൽ അതിനെ കുറയ്ക്കാനായിട്ട്, എക്സസ് ആയിട്ട് വരുന്ന പ്രഷറിനെ കുറയ്ക്കാനായിട്ട് ഒരു സേഫ്റ്റി ഡിവൈസായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു പ്രഷർ റെഗുലേറ്റർ എന്ന് പറയുന്ന ഡിവൈസ്. അതാണ് ഈ പ്രഷർ കൺട്രോൾ വാൾവ് എന്ന് പറയുന്നത്. അത് തന്നെ 3 ടൈപ്പ് ഉണ്ട്. അടുത്ത ടൈപ്പാണ്, അടുത്ത കാറ്റഗറിയിലുള്ളതാണ് ഫ്ലോ കൺട്രോൾ വാൾവ്. ഈ ഫ്ലോ കൺട്രോൾ വാൾവിനെ പ്രോസസ് കൺട്രോൾ വാൾവ് എന്നും പറയും. അതായത് ഫ്ലോയുടെ ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്യാനായിട്ട്, എത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസ് അല്ലെങ്കിൽ ലിക്വിഡ് അത് പൈപ്പിലൂടെ കടന്നു പോകണം, അത് കൺട്രോൾ ചെയ്യുന്ന വാൾവിനെയാണ് ഫ്ലോ കൺട്രോൾ വാൾവ് അല്ലെങ്കിൽ പ്രോസസ് കൺട്രോൾ വാൾവ് എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് ഡയറക്ഷൻ കൺട്രോൾ വാൾവ്. ഈ ഡയറക്ഷൻ കൺട്രോൾ വാൾവും നമ്മൾ ആ ലേഔട്ടിൽ പഠിച്ചായിരുന്നു. ഒരു ആൽഫബറ്റ്സ് ഒക്കെ വെച്ചിട്ട് A എന്നും B എന്നും T എന്നും P എന്നൊക്കെ പറഞ്ഞ് ആൽഫബറ്റ് ഒക്കെ വെച്ച് ഒരു കൺട്രോൾ വാൾവ് പഠിച്ചായിരുന്നു. അതാണ് ഡയറക്ഷൻ കൺട്രോൾ വാൾവ്. ഈ ഡയറക്ഷൻ കൺട്രോൾ വാൾവ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂയിഡിൻ്റെ, അതിപ്പോൾ ലിക്വിഡ് ആവാം ഗ്യാസ് ആവാം, അപ്പം അതിൻ്റെ പാത്ത് എങ്ങനെയാണ് ഡൈവേർട്ട് ചെയ്യേണ്ടത്, അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഒരു പാത്തിൽ നിന്ന് വേറെ ഒരു പാത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് വാൾവ്സ്, അതിനെയാണ് ഡയറക്ഷൻ കൺട്രോൾ വാൾവ് എന്ന് പറയുന്നത്. ഈ 3 കാറ്റഗറി ഓഫ് വാൾവ്സ് ആണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ഇത് മൊത്തത്തിൽ ഹൈഡ്രോളിക് വാൾവ്സ് എന്ന് പറയും. ഇതിൽ ആക്ച്വലി ഹൈഡ്രോളിക് ആയിരുന്നാലും ന്യൂമാറ്റിക് ആയിരുന്നാലും ഈ ആദ്യത്തെ 2 പ്രഷർ കൺട്രോൾ വാൾവും ഫ്ലോ കൺട്രോൾ വാൾവും, ഇത് രണ്ടും ഹൈഡ്രോളിക് വാൾവിനും ന്യൂമാറ്റിക് വാൾവിനും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. സെയിം ഡിവൈസ് തന്നെ ഇൻ്റർചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഡയറക്ഷൻ കൺട്രോൾ വാൾവ് എന്ന് പറയുന്ന സംഭവം മാത്രം ഡിഫറെൻറ്റ് എക്യുപ്മെൻറ്റ്സ് ആണ്. ഹൈഡ്രോളിക് വാൾവ്സ് വേറെ, ന്യൂമാറ്റിക് വാൾവ്സ് വേറെ. ഹൈഡ്രോളിക്കിനും ന്യൂമാറ്റിക്കിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിവൈസസ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ഡയറക്ഷൻ കൺട്രോൾ വാൾവിന് മാത്രം. ബാക്കി ആദ്യത്തെ 2 ഈ പ്രഷർ കൺട്രോൾ വാൾവും ഫ്ലോ കൺട്രോൾ വാൾവും, ഇത് ഹൈഡ്രോളിക് ആയിരുന്നാലും ന്യൂമാറ്റിക് ആയിരുന്നാലും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഡിവൈസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് ഈ പ്രഷർ കൺട്രോൾ വാൾവ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ആ വാൾവിനെ പറ്റി പഠിക്കാം. അതിന് 2-3 ടൈപ്പ് ഉണ്ട്. അതിൽ ആദ്യത്തെ ഒരെണ്ണം നമുക്ക് ഇവിടെ പഠിച്ച് തുടങ്ങാം. അതിനു മുന്നേ ഈ ഹൈഡ്രോളിക് വാൾവ്സ് തന്നെ വേറെ ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആ ക്ലാസിഫിക്കേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് എക്സാമിന് ചോദിക്കുന്ന ക്ലാസിഫിക്കേഷൻ അല്ല, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അതുകൊണ്ട് മാത്രം ഇതിവിടെ മെൻഷൻ ചെയ്യുന്നു. ഇൻഫിനിറ്റ് പൊസിഷൻ വാൾവ് എന്നും ഫൈനൈറ്റ് പൊസിഷൻ വാൾവ് എന്നും കൂടി ഒരു ക്ലാസിഫിക്കേഷൻ ഈ ഹൈഡ്രോളിക് വാൾവിന് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന, ഈ വാഷ് ബേസിനൊക്കെ ഉപയോഗിക്കുന്ന പൈപ്പ്, നമ്മൾ നോർമലി വാഷ് ബേസിൽ ഉപയോഗിക്കുന്ന പൈപ്പ് എന്ന് പറയും. അത് ആക്ച്വലി ടാപ്പാണ്. അതിന് നമ്മൾ പൈപ്പ് എന്ന് പറയാറില്ല. പൈപ്പ് നമ്മൾ പറയുമെങ്കിലും ടെക്നിക്കലി അത് ടാപ്പാണ്. അപ്പോൾ ഈ വാഷ് ബേസിൻ അല്ലെങ്കിൽ ബാത്റൂമിൽ അല്ലെങ്കിൽ മറ്റ് സ്ഥലത്തൊക്കെ ഉപയോഗിക്കുന്ന, നമ്മൾ ഡൊമസ്റ്റിക് പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന വാട്ടർ ടാപ്പ്, ആ വാട്ടർ ടാപ്പ് എന്ന് പറയുന്നത് സാധാരണ ഇൻഫൈനൈറ്റ് പൊസിഷൻ വാൾവ് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്താണ് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഈ ഇൻഫൈനൈറ്റ് പൊസിഷൻ വാൾവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വാട്ടർ ടാപ്പ് എന്ന് പറഞ്ഞാൽ അത് ഫുള്ളി ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു പൊസിഷനുണ്ട്, ഫുള്ളി ഓപ്പൺ ആയിട്ട് ഉള്ള ഒരു പൊസിഷനും ഉണ്ട്. അപ്പോൾ ഈ ഫുള്ളി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വാട്ടർ ടാപ്പിനെ നമ്മൾ ഫുള്ളി ഓപ്പൺ ആക്കാനായിട്ട് മേ ബി ഒരു ഫുൾ റൊട്ടേഷനോ അല്ലെങ്കിൽ 2 ഫുൾ റൊട്ടേഷനോ നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. സാധാരണ ഒരു ഫുൾ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി ആയിരിക്കും. 2 ഫുൾ റൊട്ടേഷനാണ് ചില പൈപ്പാണെങ്കിൽ, ചില ടാപ്പ് ആണെങ്കിൽ 2 ഫുൾ റൊട്ടേഷൻ കഴിഞ്ഞാൽ അത് ഫുള്ളി ഓപ്പൺ ആവുകയുള്ളൂ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഫുള്ളി ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനുണ്ട്, ഫുള്ളി ഓപ്പൺ ആയിട്ടുള്ളൊരു കണ്ടീഷനുണ്ട്. മാത്രവുമല്ല ഇതിൻ്റെ ഇടയ്ക്ക് ഏത് പൊസിഷനിൽ വേണോ നമുക്ക് ടാപ്പിനെ നമുക്ക് ഓപ്പൺ ചെയ്ത് വയ്ക്കാനൊക്കെ. അതായത് നമുക്ക്
നമുക്ക് കുറച്ച് വെള്ളം മാത്രം പുറത്തോട്ട് വന്നാൽ മതി എങ്കിൽ ചെറുതായിട്ട് നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്യും. കുറച്ചും കൂടെ കൂടുതൽ വെള്ളം വരണമെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ നമ്മൾ ആംഗിൾ അതിൻ്റെ ഡിഗ്രീസ് കുറച്ചും കൂടെ റൊട്ടേറ്റ് ചെയ്യും. കുറച്ചും കൂടെ നല്ല ഫോഴ്സിൽ വെള്ളം പുറത്തേക്ക് വരണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ നല്ലോണം ഓപ്പൺ ചെയ്ത് വയ്ക്കും. ഈ ഓപ്പൺ ചെയ്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുറച്ചും കൂടെ ആംഗിൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കുന്നു, അതാണ്. അതായത് അതല്ല, ഫുള്ളി ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ ഫുള്ള് ആയിട്ട് തുറന്ന് വയ്ക്കും. ഫുള്ളായി തുറന്ന് വയ്ക്കണമെന്നാൽ ചില ടാപ്പിലാണെങ്കിൽ ഒരു ഫുൾ റൊട്ടേഷൻ റൊട്ടേറ്റ് ചെയ്താൽ ഫുള്ളി ഓപ്പൺ ആവും. ചിലതിലാണെങ്കിൽ 2 തവണ ഫുൾ റൊട്ടേഷൻ കൊടുക്കേണ്ടി വരും, എന്നാലേ ഫുള്ളി ഓപ്പൺ ആവും. അപ്പോൾ ഈ ഫുള്ളി ക്ലോസ്ഡ് കണ്ടീഷനും ഫുള്ളി ഓപ്പൺ കണ്ടീഷനും ഇതിൻ്റെ ഇടയിലും ഏത് പൊസിഷനിൽ വേണോ നമുക്കതിനെ ഓപ്പൺ ചെയ്ത് വയ്ക്കാം. അങ്ങനത്തെ അൺലിമിറ്റഡ് പൊസിഷനിൽ ഓപ്പൺ ചെയ്ത് വയ്ക്കാൻ കഴിയുന്ന ടാപ്പിനെയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ വാൾവിനെയാണ് ഇൻഫൈനൈറ്റ് പൊസിഷൻ വാൾവ് എന്ന് പറയുന്നത്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ വാഷ് ബേസിനിൽ അല്ലെങ്കിൽ ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യുന്ന വാട്ടർ ടാപ്പ്, അത് ഇതിനുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. അതിന് നമുക്ക് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഏത് പൊസിഷനിൽ വേണോ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്ത് വയ്ക്കാൻ സാധിക്കും. അപ്പോൾ അതിനെ ഇൻഫൈനൈറ്റ് പൊസിഷൻ വാൾവ് എന്ന് പറയും. അതേസമയം ചില ടാപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ട്. ആ ഫിക്സഡ് ആയിട്ടുള്ള പൊസിഷനിൽ മാത്രമേ അത് ഓപ്പൺ ചെയ്ത് വയ്ക്കാൻ സാധിക്കത്തുള്ളൂ. അതിനെയാണ് ഫൈനൈറ്റ് പൊസിഷൻ വാൾവ് എന്ന് പറയുന്നത്. ഇത് സാധാരണ ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെയാണ് സാധാരണ ഉപയോഗിക്കാറ്. ഈ ഡൊമസ്റ്റിക് പർപ്പസിന് ഞാൻ കണ്ടിട്ടില്ല. ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെയാണ് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ടാപ്പ് നമ്മുടെ സാധാരണ വെള്ളം പോകുന്ന ടാപ്പ് തന്നെ ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെ ചിലപ്പോൾ അതിലൂടെ വെള്ളമായിരിക്കത്തില്ല പോകുന്നത്, ഓയിലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലും ലിക്വിഡ് ആയിരിക്കും പോകുന്നത്. അതിന് തന്നെ ഫൈനൈറ്റ് ആയിട്ട് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു പൊസിഷൻ വെച്ചിട്ടുണ്ട്. ആ പൊസിഷനിൽ മാത്രമേ അത് ഓപ്പൺ ചെയ്ത് വയ്ക്കാൻ സാധിക്കത്തുള്ളൂ. അതിൽ ഒരു ഫുള്ളി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ കാണും, ഫുള്ളി ഓപ്പൺ ആയിട്ടുള്ള കണ്ടീഷൻ കാണും. ഇതിൻ്റെ ഇടയിൽ ഒരു 4-5 പൊസിഷൻ മാത്രമേ അതിൽ ഓപ്പൺ ചെയ്ത് വയ്ക്കാൻ സാധിക്കൂ എന്ന് അതിൽ സെറ്റ് ചെയ്തിരിക്കും. അപ്പം അങ്ങനത്തെ വാൾവിനെയാണ് ഈ ഫൈനൈറ്റ് പൊസിഷൻ വാൾവ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ബെസ്റ്റ് ഒരു സിമിലർ ആയിട്ടുള്ള ഒരു രീതി അത് പറയാമെന്ന് വെച്ചാൽ നമ്മുടെ പഴയ ഫാനിൻ്റെ റെഗുലേറ്റർ, അത് വാൾവൊന്നും അല്ല, അതിൻ്റെ ആ ഒരു രീതി പറയാമെന്ന് വെച്ചാൽ പണ്ടത്തെ ഫാനിൻ്റെ റെഗുലേറ്ററുണ്ട്. ഇപ്പോഴത്തെ റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ സ്വിച്ചിൻ്റെ അത്ര സൈസേ ഉള്ളൂ. ഇപ്പോഴത്തെ റെഗുലേറ്ററൊക്കെ അതിൽ ചെറിയൊരു നോബ് കാണും, അതിനെ നമുക്ക് ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കാം. പക്ഷേ പണ്ടത്തെ റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 15 സെൻറ്റിമീറ്ററിൻ്റെ ഒരു പെട്ടി പോലെ ഇരിക്കും, ഒരു വലിയൊരു പെട്ടിയായിരിക്കും. അതിൻ്റെ താഴത്തെ ബിലോ ഹാഫിലായിരിക്കും ഒരു നോബുള്ളത്, അതിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ആ റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 5 സ്പെസിഫിക് ആയിട്ടുള്ള സ്പീഡ് കാണും. സാധാരണ ഫാനിൻ്റെ കേസിലായതുകൊണ്ട് 0-ൽ തുടങ്ങി 0, 1, 2, 3, 4, 5 അങ്ങനെ ഓരോ പൊസിഷനും കാണും. ആ പൊസിഷനിൽ മാത്രമേ നമുക്ക് ആ നോബ് റൊട്ടേറ്റ് ചെയ്ത് ഫാനിൻ്റെ സ്പീഡ് സെറ്റ് ചെയ്യാൻ ഒക്കും. 5 കഴിഞ്ഞിട്ട് പിന്നെ റൊട്ടേറ്റ് ചെയ്ത് അത് നേരെ ഓഫ് അല്ലെങ്കിൽ 0 എന്ന് പറയുന്ന കണ്ടീഷനിലായിരിക്കും വരുന്നത്. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് സംഭവം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാമെങ്കിലും അതിൻ്റെ ഫിക്സഡ് ആയിട്ടൊരു പൊസിഷനുണ്ട്, അതിൻ്റെ മാക്സിമം സ്പീഡും പിന്നെ ഓഫ് കണ്ടീഷനും. അതിൻ്റെ ഇടയിൽ ഒരു മേ ബി 4 അല്ലെങ്കിൽ 5 സ്റ്റെപ്പിലോ മാത്രമേ അതിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആ കൺസെപ്റ്റാണ് ഈ ഫൈനൈറ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. അത് വാൾവല്ല, അത് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യണമായിരുന്നു. പക്ഷേ അതിൽ തന്നെ മൊത്തം റെസിസ്റ്റൻസിന് ഒരു 4-5 സ്റ്റെപ്പായിട്ട് നമുക്കതിനെ ചേഞ്ച് ചെയ്യാനൊക്കത്തുള്ളൂ. അങ്ങനത്തെ റൊട്ടേഷനെയാണ് ഈ ഫൈനൈറ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ റെഗുലേറ്റർ അങ്ങനെയല്ല. ഇപ്പോഴത്തെ റെഗുലേറ്റർ നമുക്ക് ഏത് ആംഗിൾ വേണോ ചെറുതായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കാം. 5 സ്റ്റെപ്പല്ല, സ്വിച്ച് ഷേപ്പിലുള്ള റെഗുലേറ്ററാണ് ഇപ്പം കിട്ടുന്നത്. അതിൽ തന്നെ ഈ ഇൻഫൈനൈറ്റ് പൊസിഷൻ ടൈപ്പും ഉണ്ട്, ഫൈനൈറ്റ് പൊസിഷനും ഉണ്ട്. പക്ഷേ മോസ്റ്റ് കോമൺ ഇപ്പം ഇൻഫൈനൈറ്റ് പൊസിഷൻ ആണെന്ന് പറയാം. കാരണം ഏത് ആംഗിളിൽ വേണോ നമുക്ക് ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കാം, സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലാതെ ഫിക്സഡ് ആയിട്ടൊരു പൊസിഷൻ ഉണ്ട്, അതിൽ 4-5 സ്റ്റെപ്പായിട്ട് ഫിക്സഡ് ആയിട്ട് പൊസിഷൻ ഉണ്ട് എങ്കിൽ അതിനെ ഫൈനൈറ്റ് പൊസിഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വാൾവിൻ്റെ കേസിലാണെങ്കിൽ അങ്ങനെയും ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയില്ല, പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു കാറ്റഗറിയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്രഷർ കൺട്രോൾ വാൾവ് നമുക്കിനി പഠിച്ചു തുടങ്ങാം. ഈ പ്രഷർ കൺട്രോൾ വാൾവ് ബേസിക്കലി 3 എണ്ണമാണ് ഉള്ളത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇനിയും 1-2 ടൈപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത് തന്നെ പേരെടുത്ത് ചോദിക്കാൻ സാധ്യതയില്ല. സാധാരണ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രഷർ കൺട്രോൾ വാൾവ്സ് എന്നായിരിക്കും സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 3 ഫിഗർ വരച്ച് എഴുതാനുള്ളതേ ഉള്ളൂ, അല്ലെങ്കിൽ 2 ഫിഗർ വരച്ച് എഴുതാനുള്ളത് മതി. അപ്പം കൂടുതൽ പഠിക്കണം എന്ന് താല്പര്യമുള്ളവർ ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിയുള്ള 1-2 ടൈപ്പും കൂടെ ഉണ്ട്, അതും കൂടെ നോക്കുക. നമുക്ക് ഈ വീഡിയോയിൽ എന്തായാലും ഈ ഒരു 3 ടൈപ്പ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോയിൽ നമുക്ക് ആദ്യത്തെ ടൈപ്പ് മാത്രം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ഈ ഡയറക്റ്റ് ആക്ടിങ് പ്രഷർ റിലീഫ് വാൾവ് എന്ന് പറയുന്ന ടൈപ്പ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതൊരു പ്രഷർ കൺട്രോൾ വാൾവാണ്. ഇതാണ് അതിൻ്റെ ഫിഗർ, സിമ്പിളായിട്ടുള്ള ഫിഗറാണ്. ഈ ഫിഗറാണ് എക്സാമിന് വരയ്ക്കേണ്ടതും. ഈ ഫിഗർ വരച്ച് ഒരു 4-5 സെൻറ്റൻസ് എഴുതിയാൽ തീരാവുന്നതേ ഉള്ളൂ. അത്രയും ഒരു 5 മാർക്കിന് ചോദിക്കാനുള്ളതേ ഈ ഒരു ക്വസ്റ്റ്യനുള്ളൂ. ഇതാണ് ഡയറക്റ്റ് ആക്ടിങ് പ്രഷർ റിലീഫ് വാൾവ് എന്നത്.
നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ഈ ഒരു ഹൈഡ്രോളിക് ആക്ച്വേഷൻ സിസ്റ്റത്തിൻ്റെ ഈ ഒരു ലേഔട്ട്, ഇതിൽ ഈ പ്രഷർ റെഗുലേറ്റർ എന്ന് പറയുന്ന സംഭവം അതാണ് നമ്മളിപ്പോൾ ഈ പഠിക്കാൻ പോകുന്ന ഈ ഡയറക്റ്റ് ആക്ടിങ് പ്രഷർ റിലീഫ് വാൾവ് അല്ലെങ്കിൽ ഈ പ്രഷർ കൺട്രോൾ വാൾവ് എന്ന് പറയുന്ന സംഭവം. അത് ഈ പ്രഷർ റെഗുലേറ്ററാണ്. ഈ പ്രഷർ റെഗുലേറ്ററിൻ്റെ ഉപയോഗം നിങ്ങൾക്കറിയാമല്ലോ. ഒരു അപ്പർ ലിമിറ്റ് വെച്ചിരിക്കും, ഒരു സേഫ് പ്രഷർ എന്ന രീതിയിൽ ഒരു അപ്പർ ലിമിറ്റ് വെച്ചിരിക്കും. അതിനേക്കാളും കൂടിയ പ്രഷർ ഈ പൈപ്പ് ലൈനിലുണ്ട് എങ്കിൽ ആ എക്സസ് ആയിട്ടുള്ള ആ ഫ്ലൂയിഡിനെ തിരിച്ച് ഈ പൈപ്പ് വഴി ഓയിൽ ടാങ്കിലേക്ക് അങ്ങ് വിടും. അപ്പോൾ ആ പ്രഷറിനെ ഒന്ന് ലിമിറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, ഒരു സേഫ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു സേഫ്റ്റി ഡിവൈസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഈ പ്രഷർ റെഗുലേറ്റർ എന്നുള്ളത്. ആ പ്രഷർ റെഗുലേറ്റർ തന്നെയാണ് ഈ പ്രഷർ കൺട്രോൾ വാൾവ് എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ ടൈപ്പായ ഡയറക്റ്റ് ആക്ടിങ് പ്രഷർ റിലീഫ് വാൾവാണ് നമ്മൾ ഈ കാണുന്ന ഫിഗർ എന്ന് പറഞ്ഞാൽ. ഇതാണ് മെയിൻ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്. നമ്മൾ ഹൈ പ്രഷർ ഫ്ലൂയിഡ് കടന്നു പോകുന്നത്, അതിപ്പം ഫ്ലൂയിഡ് എന്ന് പറയുമ്പം ലിക്വിഡ് ആവാം ഗ്യാസും ആവാം, ആ ഫ്ലൂയിഡ് കടന്നു പോകുന്ന മെയിൻ പൈപ്പ് ലൈനാണ് ഇത്. ആ പൈപ്പ് ലൈനിൽ തന്നെ ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ടായിരിക്കും. ആ ഓപ്പണിംഗ് പൊസിഷൻ, ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു ഡിവൈസ് മൊത്തത്തിലാണ് ആ പൈപ്പ് ലൈനിൽ കൊണ്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇതൊരു ഡിവൈസ് ആയിരിക്കും, ഇതിൻ്റെ ഒരു എൻഡിൽ ഒരു പൈപ്പ് വരും, ആ പൈപ്പ് ഒന്ന് തീരുന്നതിൻ്റെ അവിടെയായിരിക്കും ഈ ഡിവൈസ് കൊണ്ട് കണക്ട് ചെയ്യുന്നത്. ഇനി ഈ ഡിവൈസിൻ്റെ ഔട്ട്ലെറ്റിൽ അടുത്ത പൈപ്പ് കൊണ്ടുവച്ചിരിക്കും. അപ്പോൾ രണ്ട് പൈപ്പ് ജോയിൻറ്റ് വരുന്നതിൻ്റെ അതിൻ്റെ ഇടയിലാണ് ഈ ഒരു ഡിവൈസ് കൊണ്ടുവയ്ക്കുന്നത്. അപ്പം മെയിൻ പൈപ്പിൽ നിന്നുള്ള പ്രഷർ ഈ പൊസിഷനിൽ കൂടെ, ഈ ലൈനിൽ കൂടെ ആയിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഹൈ പ്രഷർ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഈ ലൈനിൽ കൂടെ ആയിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇവിടെ ഒരു സെറ്റ് ഓഫ് കുറച്ച് കമ്പോണൻസ് ഉണ്ട്. ഒരു സ്റ്റീൽ ബോളുണ്ട്. ആ സ്റ്റീൽ ബോളിനെ ഇതൊരു ഓപ്പണിംഗ് ആണ്. ആ ഓപ്പണിങ്ങിന് നല്ലോണം പ്രസ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് ഈ ഒരു സ്പ്രിങ് ഉപയോഗിച്ച്. കുറച്ച് ടെമ്പറുള്ള ഒരു സ്പ്രിങ് ഉപയോഗിച്ച് പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൾറെഡി കുറച്ച് ടെമ്പറിലായിരിക്കും ഇരിക്കുന്നത്. ആ സ്പ്രിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന, ഈ സ്പ്രിങ്ങിൻ്റെ ഹൈറ്റ് കൺട്രോൾ ചെയ്യണം. ഐ മീൻ അത് എത്രത്തോളം കംപ്രസ്ഡ് ആവണം അല്ലെങ്കിൽ എത്രത്തോളം എക്സ്പാൻഡ് ആയിരിക്കണം എന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഇവിടെ ഒരു പ്ലേറ്റും കൂടെ വെച്ചിട്ടുണ്ട്. ആ പ്ലേറ്റിലാണ് ഈ സ്പ്രിങ് ഇരിക്കുന്നത്. ഈ പ്ലേറ്റ് എന്നുള്ളതിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കും. ഈ പ്ലേറ്റിനെ മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യാനൊക്കും. അതിൻ്റെ മെക്കാനിസം കൂടെ കാണും. ഈ പ്ലേറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യും തോറും ഈ സ്പ്രിങ് കൂടുതൽ കംപ്രസ്ഡ് ആയിരിക്കും. അതായത് അതിൻ്റെ ടെമ്പർ കുറച്ചും കൂടെ കൂടുമെന്ന് അർത്ഥം. അതേസമയം ഈ അഡ്ജസ്റ്റബിൾ സപ്പോർട്ട് എന്ന് പറയുന്ന ഈ ഒരു പ്ലേറ്റ് താഴോട്ട് വരും തോറും ഈ സ്പ്രിങ് കുറച്ച് എക്സ്പാൻഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത്രത്തോളം ടെമ്പർ കാണത്തില്ല. ഈ പ്ലേറ്റിൻ്റെ പൊസിഷൻ ബേസ് ചെയ്താണ് അതിൻ്റെ അപ്പർ ലിമിറ്റ്, ഈ പ്രഷറിൻ്റെ അപ്പർ ലിമിറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ പ്രഷറാണ് എൻ്റെ മാക്സിമം ലിമിറ്റ് എന്ന് സെറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ ഒരു സ്ലൈഡ്, ഈ ഒരു പീസ്, അഡ്ജസ്റ്റബിൾ സപ്പോർട്ട് എന്ന് പറയുന്ന ആ പീസ്, അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് എത്രത്തോളം മുകളിലോട്ട് താഴോട്ട് മൂവ് ചെയ്ത് ആ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്താണ് ഈ സ്പ്രിങ്ങിൻ്റെ ടെമ്പർ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്, അതിൻ്റെ ടെമ്പർ സെറ്റ് ചെയ്യുന്നത്. അതിനെ ബേസ് ചെയ്തായിരിക്കും ഇവിടുത്തെ ലിമിറ്റ്, പ്രഷറിൻ്റെ അപ്പർ ലിമിറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പം അതിൻ്റെ പ്രഷർ വളരെ ഹൈ പ്രഷറാണ് അതിൻ്റെ അപ്പർ ലിമിറ്റായിട്ട് എടുക്കേണ്ടത് എങ്കിൽ ഈ സ്ലൈഡ് മുകളിലോട്ട് കയറ്റി വയ്ക്കും. കാരണം മുകളിലോട്ട് കയറ്റി വയ്ക്കും തോറും ഈ സ്പ്രിങ് കൂടുതൽ കംപ്രസ്ഡ് ആവും. അപ്പോൾ കൂടുതൽ കംപ്രഷനിൽ ഇരിക്കുന്ന സ്പ്രിങ്ങിനെ ഈ ബോൾ കുറച്ചും കൂടെ താഴോട്ട് മൂവ് ചെയ്യണമെങ്കിൽ അത്രത്തോളം ഹൈ പ്രഷർ ഇവിടെ ഉണ്ടായാൽ മാത്രമേ ബോൾ താഴോട്ട് മൂവ് ചെയ്യുകയുള്ളൂ. അപ്പം അങ്ങനത്തെ കേസിന് വളരെ കൂടുതൽ ഹൈ പ്രഷറാണ് നമുക്ക് അപ്പർ ലിമിറ്റായിട്ട് സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഈ പ്ലേറ്റ് മുകളിലോട്ട് നീക്കി വയ്ക്കണം. അതേസമയം താഴോട്ട് നീക്കി വെച്ചാൽ അതിനനുസരിച്ച് പ്രഷറിൻ്റെ അപ്പർ ലിമിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അത്രത്തോളം കുറച്ച് ഫോഴ്സ് മതി ഈ ബോളിനെ താഴോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ പ്രഷറിൻ്റെ അപ്പർ ലിമിറ്റ് എത്രയാണോ അതിനെ ബേസ് ചെയ്തായിരിക്കും ഈ സ്ലൈഡ് ഫിക്സ് ചെയ്യണം, അതിൻ്റെ പൊസിഷൻ ഫിക്സ് ചെയ്യണം. ആ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന പ്രഷറിനേക്കാളും വളരെ കൂടുതൽ ഹൈ പ്രഷർ ഈ ഇവിടുത്തെ ഫ്ലൂയിഡിന് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ട്രസ്റ്റ് കാരണം, അതിൻ്റെ ആ ഫോഴ്സ് കാരണം ഈ ബോളിനെ താഴോട്ട് പുഷ് ചെയ്യും. ആണ് അത്രത്തോളം ഹൈ പ്രഷർ വരുമ്പോൾ മാത്രമേ ഈ സ്പ്രിങ്ങിൻ്റെ ഈ ഒരു പൊസിഷൻ ബേസ് ചെയ്ത് ഒരു പ്രഷർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനേക്കാളും കൂടുതൽ പ്രഷർ ഈ പൈപ്പ് ലൈനിൽ വരികയാണ്, ഈ മെയിൻ ലൈനിൽ വരികയാണെങ്കിൽ അതിൻ്റെ ഫോഴ്സ് കാരണം ഈ ബോളിനെ താഴോട്ട് പുഷ് ചെയ്യും. അതായത് ബോളിന് ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അപ്പോൾ താഴോട്ട് പുഷ് ചെയ്ത് അത്രത്തോളം ഹൈ പ്രഷർ വരുമ്പോഴായിരിക്കും ബോളിനെ താഴോട്ട് പുഷ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഈ ഗ്യാപ്പ് ഉണ്ടാവുകയും ആ ഗ്യാപ്പിലൂടെ എക്സസ് ആയിട്ടുള്ള ആ ഫ്ലൂയിഡ് ഇതിൻ്റെ അകത്തോട്ട് അങ്ങ് ഇറങ്ങുകയും ചെയ്യും. അകത്തോട്ട് ഇറങ്ങി അത് ആ ഹൈ പ്രഷർ കുറയുന്നത് വരെ ആ ബോൾ താഴോട്ട് അങ്ങ് ഫോഴ്സ് ചെയ്ത് തള്ളി താഴോട്ട് തന്നെ വെച്ചിരിക്കും. എപ്പോഴാണോ അതിൻ്റെ കൂടെ ആ സമയത്ത് അത്ര ഈ ഓപ്പണിങ്ങിൽ കൂടെ എക്സസ് ആയിട്ടുള്ള ഹൈ പ്രഷർ ഫ്ലൂയിഡ് താഴോട്ട് ഇറങ്ങി ഈ ഓപ്പണിങ്ങിൽ കൂടെ താഴോട്ട് ടാങ്കിലോട്ട് അങ്ങ് പൊയ്ക്കോളും. ഈ പൈപ്പ് ലൈനിലുള്ള എപ്പോഴാണോ പ്രഷർ കുറയുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബോൾ കയറി, ഈ സ്പ്രിങ് എക്സ്പാൻഡായി ബോൾ കയറി ഈ ഓപ്പണിങ് അങ്ങ് അടഞ്ഞോളും. അപ്പം അങ്ങനെ ഒരു മെത്തേഡാണ് ഇതിലിവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പം അത്രത്തോളം ഹൈ പ്രഷർ ലിമിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന ലിമിറ്റിനെക്കാളും ഹൈ പ്രഷർ ഫ്ലൂയിഡ് ഇവിടെ കൂടെ പോവുകയാണെങ്കിൽ അത് ഈ ബോളിനെ
പുഷ് ചെയ്ത് താഴോട്ട് ഡിഫ്ലക്റ്റ് ചെയ്ത് അവിടെ ചെറിയ ഒരു ഗ്യാപ്പ് ഉണ്ടായി, കുറച്ച് ഒരു ഒന്നോ 2 സെക്കൻഡ് ചിലപ്പം കാണത്തില്ല, അത്രത്തോളം ആ സ്മോൾ ടൈം കൊണ്ട് എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ഇത് ഈ ഗ്യാപ്പ് വഴി താഴോട്ട് ഇറങ്ങി അങ്ങ് പൊയ്ക്കോളും, താഴോട്ടുള്ള ടാങ്കിലോട്ട് അങ്ങ് പൊയ്ക്കോളും. എപ്പോഴാണോ ഫ്ലൂയിഡിൻ്റെ പ്രഷർ കുറയുന്നത് അപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് സ്പ്രിങ്ങിൻ്റെ ടെമ്പർ കാരണം ആ ബോൾ മുകളോട്ട് മൂവ് ചെയ്ത് ആ ഓപ്പണിംഗ് അങ്ങ് ക്ലോസ് ആവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഈ ഡയറക്റ്റ് ആക്ടിങ് പ്രഷർ റിലീഫ് വാൾവിൻ്റെ ബേസിക് വർക്കിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഫിഗർ വരയ്ക്കുക, കമ്പോണൻറ്റ്സ് ഓരോന്ന് മാർക്ക് ചെയ്യുക, വർക്കിംഗ് ഒരു 5-6 സെൻറ്റൻസിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതി തീർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഡയറക്റ്റ് ആക്ടിങ് പ്രഷർ റിലീഫ് വാൾവ്. ഇതൊരു സേഫ്റ്റി മെക്കാനിസമായിട്ട് പ്രഷർ അപ്പർ ലിമിറ്റ്, അതായത് ഹയസ്റ്റ് പ്രഷർ എത്രയാണെന്ന് വെച്ചാൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, അതിനുള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സേഫ്റ്റി മെക്കാനിസം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് ഡയറക്റ്റ് ആക്ടിങ് പ്രഷർ റിലീഫ് വാൾവ് എന്ന സംഭവം. അതിൻ്റെ ഒരു സിമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഡയറക്റ്റ് ആക്ടിങ് പ്രഷർ റിലീഫ് വാൾവ് എന്ന് പറയുന്ന എക്യുപ്മെൻറ്റിൻ്റെ ആ വാൾവ് സിമ്പിൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ സിമ്പിൾ ഉപയോഗിച്ചാണ് നമ്മൾ ലേ ഔട്ട് ഒക്കെ വരയ്ക്കുമ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, ഓരോ സിമ്പിൾസ് ഉപയോഗിച്ചാണ് ഓരോ സംഭവങ്ങളെ, ഓരോ കമ്പോണൻസിനെ നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ലേ ഔട്ടാണ്, ഈ വരച്ചിരിക്കുന്ന പൈപ്പിൻ്റെ ലേ ഔട്ടാണ്. ആ ലേ ഔട്ടിൽ ടാങ്കിനൊരു സിമ്പിളുണ്ട്, ഫിൽറ്ററിന് ഈ ഒരു സിമ്പിളുണ്ട്, പമ്പിന് ഇങ്ങനൊരു സിമ്പിളുണ്ട്. ഇത് ആക്ച്വലി ഇതെല്ലാം സ്റ്റാൻഡേർഡ് സിമ്പിൾസാണ്, ഫിൽറ്ററിൻ്റെയും പമ്പിൻ്റെയും എല്ലാം സ്റ്റാൻഡേർഡ് സിമ്പിൾസാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സത്യം പറഞ്ഞാൽ പമ്പൊന്നും ഫിൽറ്ററൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഈ സിമ്പിൾ കാണുമ്പോൾ തന്നെ അറിയാവുന്ന ആൾക്കറിയാം അത് ഫിൽറ്ററും പമ്പും ആണെന്നൊക്കെ അറിയാം. അപ്പോൾ അതുപോലെ ഇങ്ങനെ സ്റ്റാൻഡേർഡ് സിമ്പിൾസ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന എല്ലാ വാൾവ്സിനും ഉണ്ട്. അതിൽ ഈ ഡയറക്റ്റ് ആക്റ്റീവ് പ്രഷർ റിലീഫ് വാൾവ് എന്ന് പറയുന്ന ഡിവൈസ് എന്ന് പറയുന്ന ആ റിലീഫ് വാൾവിൻ്റെ വാൾവ് സിമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഇത്രയും പോർഷൻ എന്ന് പറയുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ സ്പ്രിങ്ങിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഈ ഡിവൈസ് എന്ന് പറയുന്നത് സ്പ്രിങ് ഉപയോഗിച്ചാണ് അത് ആക്ച്വേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ സ്പ്രിങ് ഉപയോഗിക്കുന്നുള്ളതുകൊണ്ട് അത് മെൻഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഈ സ്പ്രിങ് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ആരോ കാണിക്കുന്നത് ഫ്ലൂയിഡിൻ്റെ ഫ്ലോ, അതിൻ്റെ ഡയറക്ഷൻ എന്താണ് കാണിക്കാൻ വേണ്ടിയാണ് ഈ ആരോ ഇവിടെ കാണിക്കുന്നത്. ഈ ഡോട്ടർ ലൈൻസിൽ കൊടുത്തിരിക്കുന്നത് ഈ ബൈപ്പാസ് ചെയ്യുന്നത്, ഇവിടെ നിന്ന് ഈ ഫ്ലൂയിഡ് ഇതിൻ്റെ അകത്ത് കൂടെ ഇറങ്ങി തിരിച്ച് ടാങ്കിലോട്ട് പോകുമെന്ന് പറഞ്ഞു. ആ ലൈന് കാണിക്കാനാണ് ഇവിടെ ഡോട്ടർ ലൈൻസിൽ അതിവിടെ കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഡയറക്റ്റ് ആക്ടിങ് പ്രഷർ റിലീഫ് വാൾവ് എന്ന് പറയുന്ന എക്യുപ്മെൻറ്റിൻ്റെ വാൾവ് സിമ്പിൾ എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ലേ ഔട്ടൊക്കെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു സിമ്പിൾ ഉപയോഗിച്ചാണ്, ഇവിടെ ഒരു ഡയറക്റ്റ് ആക്ടിങ് പ്രഷർ റിലീഫ് വാൾവ് ഉണ്ട് എന്ന് കാണിക്കുന്നത് ഇങ്ങനെ ഒരു സിമ്പിൾ ഉപയോഗിച്ചാണ്. അതുപോലെ തന്നെ ഫിൽറ്റർ ഉണ്ട് എങ്കിൽ ഇങ്ങനെ ഒരു സിമ്പിളാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. പമ്പ് ഉണ്ട് എങ്കിൽ ഇങ്ങനെ ഒരു സിമ്പിളാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ, അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? മുകളിലോട്ടാണ് ആ ഡയറക്ഷൻ കാണിക്കുന്നത്. അതായത് ഫ്ലൂയിഡ് താഴെ നിന്ന് മുകളിലോട്ട് കയറുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്, മുകളിലോട്ടുള്ള ആരോ ഹെഡ് പോലെ. അപ്പോൾ ഇങ്ങനെയാണ് ഈ പമ്പിൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നത്. അപ്പോൾ ഈ സിമ്പിൾസ് നമ്മൾ ഇനി പഠിക്കുമ്പോൾ എല്ലാ വാൾവിൻ്റെ കൂടെയും അതിൻ്റെ കൂടെ സിമ്പിൾസും കൂടെ പഠിക്കാനായിട്ട് ശ്രമിക്കും. പഠിക്കാൻ പറ്റുന്ന സിമ്പിൾസൊക്കെ ആണെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ തന്നെ കാണിക്കും. എക്സാമിന് ഈ സിമ്പിൾസ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പം ചോദിച്ചെന്നിരിക്കാം. സിമ്പിൾസ് കണ്ട് ഓരോ കമ്പോണൻ്റ് എന്താണ് എന്ന് റെക്കഗ്നൈസ് ചെയ്യേണ്ട സിറ്റുവേഷനൊക്കെ വരും. അപ്പോൾ അങ്ങനത്തെ അതിന് ഉള്ളതുകൊണ്ട് ഈ സിമ്പിൾസും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. ബാക്കി ഇനി അടുത്ത വീഡിയോ നമ്മുടെ ഈ കോമ്പൗണ്ട് റിലീഫ് വാൾവ് എന്ന് പറയുന്ന സംഭവമായിരിക്കും അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അടുത്ത വീഡിയോയിൽ അത് പറയാം. അതിന് മുന്നേ ഒരു കാര്യവും കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഇതിപ്പം ഇതാണല്ലോ, ഇതിവിടെ സ്പ്രിങ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം വന്നിട്ടുള്ളത്. അപ്പം അതുപോലെ ഓരോ ടൈപ്പ് ആക്ച്വേഷൻ വരുമ്പോഴും നമുക്ക് ഓരോ സിമ്പിൾ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ നോക്കും. ഇവിടെ നമ്മൾ ഇവിടെ സിമ്പിൾ ഈ ഒരു ഡയറക്റ്റ് ആക്ടിങ് പ്രഷർ റിലീഫ് വാൾവിൽ ഇവിടെ ഒരു സിമ്പിൾ യൂസ് ചെയ്തത് കൊണ്ടാണ് അതിൻ്റെ ഈ ഒരു വാൾവ് സിമ്പിൾ വരച്ചപ്പോഴും ഈ ഒരു പോർഷൻ ഇവിടെ ഇങ്ങനെ കൊടുത്തത്, ഇങ്ങനെ സിക്സാഗ് ലൈൻസ് ആയിട്ട് കൊടുത്തത്, അത് സ്പ്രിങ്ങിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്ച്വേറ്റേഴ്സ് വരുന്നതെങ്കിൽ എങ്ങനെ അതിനെ റെപ്രസെൻറ്റ് ചെയ്യും എന്നാണ് നമ്മൾ ഇവിടെ ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക, കാണാതെ പഠിക്കാനൊക്കത്തില്ല, എന്തായാലും മനസ്സിലാക്കി വയ്ക്കുക. സ്പ്രിങ് ആണ് എങ്കിൽ ഇങ്ങനെ ഒരു സിക്സാഗ് ലൈൻ വരും. അതേസമയം പൈലറ്റ് കൺട്രോൾഡ് ആണ്, അതായത് ഡയറക്റ്റ് കൺട്രോൾ വരുന്നില്ല, ഒരു പൈലറ്റ് ഡിവൈസ് വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ഡോട്ടഡ് ലൈൻസ് വരും. ഒരു പുഷ് ബട്ടൺ ആണ് അതിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു സിമ്പിൾ വരും. എന്തെങ്കിലും ലിവറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ഒരു സിമ്പിൾ വരും. റോളറാണ് അതിൽ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ ഒരു സിമ്പിളായിരിക്കും. പ്ലഞ്ചർ ആണെങ്കിൽ ഇങ്ങനെ ഒരു സിമ്പിളായിരിക്കും. സോളിനോയിഡ് ആണെങ്കിൽ ഇങ്ങനത്തെ സിമ്പിളായിരിക്കും. പെഡൽ ആണെങ്കിൽ ഇങ്ങനെ ഒരു സിമ്പിളായിരിക്കും. അപ്പോൾ എന്താണ് അതിൻ്റെ ബേസിക് ആക്ച്വേഷൻ ഉള്ളത് അതും കൂടെ നമ്മൾ ആ വാൾവ് സിമ്പിളിൽ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ വാൾവ് സിമ്പിൾ മെൻഷൻ ചെയ്യാനുള്ള ഡിഫറെൻറ്റ് സൈൻസ് ആണ് ഇവിടെ ഈ കൊടുത്തിട്ടുള്ളത്. റോളർ ആണെങ്കിൽ ഈ ഒരു സൈൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ലിവർ ആണെങ്കിൽ ഇങ്ങനെ ഒരു സൈൻ യൂസ് ചെയ്യും.
പുഷ് ബട്ടനാണെങ്കിൽ ഇങ്ങനെ ഒരു സൈൻ ഉപയോഗിക്കും. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി നമ്മൾ ലേഔട്ടൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ പല ബട്ടൺസ്, ഇങ്ങനെ പല സൈൻസും അതിൻ്റെ കൂടെ ആ സിമ്പിളിൻ്റെ കൂടെ മെൻഷൻ ചെയ്തിരിക്കുക. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകണം എന്ത് ടൈപ്പ് ഓഫ് ആക്ച്വേറ്ററാണ് അതിൽ യൂസ് ചെയ്യുന്നത്. സ്പ്രിങ് ആണോ, സോളിനോയിഡ് ആണോ, റോളറാണോ, ലിവറാണോ, അല്ലെ പൈലറ്റ് കൺട്രോൾഡ് ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഈ ഒരു ഓരോ ചെറിയ സിമ്പിൾസ് കണ്ടാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വയ്ക്കുക. ഇതൊന്നും എക്സാമിന് ചോദിക്കത്തില്ല, പക്ഷേ കണ്ട് മനസ്സിലാക്കാനായിട്ട് ഇതെല്ലാം ആവശ്യം വരും. അപ്പോൾ ഇതും ഒന്ന് നോക്കി വച്ചേക്കുക. അപ്പം അടുത്ത വീഡിയോ നമുക്ക് കോമ്പൗണ്ട് റിലീഫ് വാൾവിനെ പറ്റി പഠിക്കാം. ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.